രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി റിമാൻഡ് ചെയ്തതിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക അക്രമം അഴിച്ചുവിടാനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെ വ്യാപക അക്രമമാണ് നടന്നത്. ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ ഫ്ലെക്സ് ബോർഡുകളും കൊടികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. VS അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, ഇന്നും ഒരു അക്രമ സംഭവം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ്. അതിന്റെ സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? സമരത്തിന്റെ മറവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും DCC ഓഫീസിന് മുന്നിൽ അടക്കം വനിതാ പോലീസുകാരെ അടക്കം ക്രൂരമായി ആക്രമിച്ച കേസിൽ 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ കേസിലാണ് ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തത്. 22ാം തീയതി വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ കഴിയേണ്ടത്. ഇതിന്റെ മറവിൽ അതിനെ മറയാക്കിക്കൊണ്ട് വീണ്ടും സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാരംഭഘട്ടം ഇന്നലെ നമ്മൾ കണ്ടതാണ്. പോലീസ് ഈ പ്രതിയുമായി വന്ന പോലീസ് വാഹനങ്ങൾ തടയുന്ന പോലീസ് വാഹനം കോടതിക്ക് മുന്നിൽ തന്നെ വെച്ച് ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് മാർച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ സമരത്തിന് സമാനമായി പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമോ എന്നുള്ള കാര്യം കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലടക്കം നമ്മൾ കണ്ട തെരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഇന്നലെ 2 തവണയാണ് പോലീസ് വാഹനം ശ്രമിച്ചതും. അതുകൊണ്ട് അത്തരത്തിൽ അക്രമ സ്വഭാവത്തോടു കൂടി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്പസമയത്തിനകം പാളയം രക്ഷാ മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ മാർച്ച് വരിക. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും SFIയുടെയും DYFIയുടെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ാണ് മുന്നോട്ട് പോയത്. ആ തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇന്നും ആവർത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ഇന്ന് വ്യാപകമായി തന്നെ ഈ പ്രതിഷേധ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അക്രമ സമരമായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, അനുരാഗാണ് ആ വിവരങ്ങൾ നൽകിയത്.